ഇപ്പോൾ സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പത്തനംതിട്ട എയർ ക്യാമ്പിന് മുൻപിൽ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ സനോജ് നിൽക്കുന്ന എയർ ക്യാമ്പിൽ അയാളെ ചോദ്യം ചെയ്യുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് സനോജ് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട AR ക്യാമ്പിലാണ്. ഈ പത്തനംതിട്ട AR ക്യാമ്പിൽ ഇപ്പോൾ നമുക്ക് കാണാം പോലീസ് വലയമുണ്ട്. ഇവിടുത്തെ പ്രവേശന കവാടമൊക്കെ അടച്ചിരിക്കുകയാണ്. ഈ AR ക്യാമ്പിനുള്ളിലാണ് പാലക്കാട്ട് നിന്നും അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തെ ഇവിടേക്കാണ് എത്തിച്ചത്. ഇപ്പോൾ ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മറ്റ് ആദ്യമുണ്ടായ 2 പരാതികളിൽ നിന്നും ജാമ്യവും എടുത്തുകൊണ്ടും ഒപ്പം തന്നെ മറ്റൊരു കേസിൽ കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മൂന്നാമത് ഒരു പരാതി കൂടി ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ പരാതിയിൽ യുവതി ഉന്നയിച്ചിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഹോട്ടൽ മുറിയിൽ വെച്ച് ക്രൂരമായ ലൈംഗിക ആക്രമണമാണ് നേരിട്ടതെന്നും മുഖത്തടിക്കുകയും തുപ്പുകയും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ ആരോപിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ. പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ വിവരം അറിയിച്ചപ്പോൾ രാഹുൽ അസഭ്യം പറയുകയായിരുന്നു. ഇത് തൻ്റെ കുഞ്ഞല്ല എന്നും മറ്റാരുടെയെങ്കിലുമാണ് എന്നും പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് ഗർഭചിത്രം നടത്താൻ കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടായി. ഈ മാനസിക സമ്മർദ്ദവും ശാരീരിക പീഡനങ്ങൾക്കുമിടയിൽ യുവതിയുടെ ഗർഭം അലസിപ്പോയതായും റിപ്പോർട്ടിലുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി ഒരു ഡോക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ അറിയാമായിരുന്നു. ഭ്രൂണത്തിന്റെ DNA പരിശോധന നടത്താൻ യുവതി തയ്യാറായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടി ആ ഭ്രൂണം കൃത്യമായി DNA സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടി അവർ കളക്ട് ചെയ്തതല്ലേ, ആ രീതിയിൽ അവർ മുന്നോട്ട് പോയതല്ലേ? തീർച്ചയായിട്ടും അവരൊരു ഡോക്ടറായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ അവർ ഭ്രൂണത്തിൻ്റെ DNA പരിശോധന നടത്താൻ യുവതി തയ്യാറായി മുന്നോട്ട് വന്നത്. രാഹുൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും യുവതി അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. പാലക്കാട് ഒരു ഫ്ലാറ്റ് വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ നിർബന്ധിച്ചതായും പലപ്പോഴായി വലിയ തുകകൾ യുവതിയിൽ നിന്നും കൈപ്പറ്റിയതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വില കൂടിയ വാച്ചുകൾ, വസ്ത്രങ്ങൾ, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ വാങ്ങിയിരുന്നതായും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ കുടുംബത്തെ ഇല്ലാതാക്കുമെന്നും മാതാപിതാക്കളെയും സഹോദരിയെയും അപായപ്പെടുത്തുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായും യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് രാഹുലിന് മേൽ ആരോപിക്കപ്പെടുന്നത്. എന്തായാലും ആദ്യ 2 പരാതിയിൽ നിന്നും അതിവിദഗ്ധമായ രീതിയിൽ കോടതിയിലൂടെ രാഹുൽ ജാമ്യത്തിലിറങ്ങി പുറത്ത് നിൽക്കുന്നതിനിടയിലാണ് മൂന്നാമതൊരു പരാതി കൂടി ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. ഈ പരാതിയെക്കുറിച്ച് രാഹുൽ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം രാഹുലിന് മനസ്സിലാക്കാൻ കഴിയില്ല രാഹുൽ എത്രത്തോളം സ്ത്രീകളെ ഇത്തരത്തിൽ ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ട് ഉപദ്രവിക്കുകയും മാനസികവും ശാരീരികവുമായി പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് രാഹുലിന് പോലും ഒരുപക്ഷെ അറിവുണ്ടാവില്ല. കാരണം അത്രത്തോളം പരാതികൾ രാഹുലിനെതിരെ ഉയരുന്നുണ്ട്. മറ്റൊരു പരാതിയും നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ പരാതിയിൽ രാഹുൽ പരാതിക്കാരിയുമായി രമ്യതയിലെത്തുകയും പരാതി പിൻവലിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ആ പെൺകുട്ടി ആ പരാതിയിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എത്രയോ പരാതികളാണ് രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള പരാതി പ്രകാരമാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. മനു, തീർച്ചയായും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഈ പെൺകുട്ടിയുമായി ബന്ധമുണ്ട് എന്നിയാൾ സംബന്ധിച്ചതായി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇങ്ങനെ ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം രാഹുലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. അത് രാഹുലിൻ്റെ മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘം രാഹുലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ AR ക്യാമ്പിലാണ് ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ വെച്ചാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷമാവും ഈ കോടതി നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും തിരുവല്ല പ്രദേശത്തുള്ള ഒരു യുവതിയാണ് ഇപ്പോൾ പരാതി ഉന്നയിച്ചിട്ടുള്ളത്, പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യമാണുള്ളത്. പക്ഷേ തിരുവല്ലയിൽ മജിസ്ട്രേറ്റ് അവധിയായതിനാൽ പത്തനംതിട്ട കോടതിയിൽ തന്നെ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനു.